ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരുമൊക്കെ ആയ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുലമയുടെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ചുകൊണ്ടിട്ട് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളുടെ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുലമയും അതിൻ്റെ പോഷക സംഘടനകളും അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും സമസ്ത കേരള ജമിയത്തുലമയെ സ്നേഹിക്കുന്നവരും അതിനെ ആദരിക്കുന്നവരും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ അവരൊക്കെ സംഘടിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് കോഴിക്കോട് ജില്ലാ ഉലമാ സമ്മേളനം, സമസ്ത ഉലമാ സമ്മേളനം എന്ന്. സമസ്ത കേരള ജമിയത്തുലമ അത് മഹാന്മാരാകുന്ന നമ്മുടെ അയിമ്മത്ത്, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതുപോലെ അത് വിശുദ്ധമാവുന്ന ഒരു ദീനിന്റെ സംഘടനയാണ്. ആ സംഘടന ഇവിടെ ആവശ്യമാണെന്ന് അതിന്റെ സ്ഥാപക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കും വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ള സാദാത്തുക്കൾക്കൊക്കെ ബോധ്യമായപ്പോൾ മഹാന്മാരാവുന്ന അവരുടെ മശായിഖിൽ നിന്നിട്ട് അതിന്റെ ഇഷാറത്തുകളൊക്കെ ലഭിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇവിടെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അല്ലാഹു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുലമ. ഇത് മഹാന്മാര് സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. മഹാന്മാർക്കുള്ള ഒരു പൂർണ്ണമായ അവരുടെ ആധിപത്യത്തിലും അവരുടെ ആ പ്രത്യേക നിയന്ത്രണത്തിലും അതോടൊപ്പം അവരെ മതത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. അതാണ് ഈ സംഘടനയുടെ എല്ലാ മേഖലയിലുള്ള ഇതിന്റെ വിജയത്തിന്റെ നിദാനം. നമ്മളാരുമല്ല ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരാവുന്ന അവർക്ക് അവരുടെ മരണാനന്തരം ബർസഖിയായ ലോകത്ത് ലിഅന്നലഹും തസറുഫാത്തിന്ന അവർക്ക് പല ക്രയവിക്രയങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനത്തെ മഹാന്മാരായിരുന്നു സമസ്ത കേരള ജമിയത്തുലമയെ സ്ഥാപിച്ച മഹാന്മാർ. അവർക്ക് ആ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സുശക്തമായ ബന്ധവുമായിരുന്നു. അതുകൊണ്ടാണ് മഹാന്മാര് ഈ സംഘടനയെ അവർ നിയന്ത്രിക്കുകയും ഈ സംഘടനയുടെ എല്ലാവിധ വിജയത്തിനു വേണ്ടി അവര് ബർസഖിയാവുന്ന ആലമിൽ നിന്നുകൊണ്ട് തന്നെ
അവരുടെ പ്രത്യേകമാവുന്നതായ തസറുഫാത്തുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായ ആളുകളാണ്. ആ ഒരു സ്വഭാവത്തിലാണ് ഈ സംഘടന അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഗമനവും അതുപോലെ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാത്തിദത്ത് നമുക്ക് കാണിച്ചു തന്ന ആ റൂട്ടിൽ നിന്ന് അണിമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പിന്നെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എപ്പോഴും ഉണ്ടാവും. മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവരവരുടെ ദഅവത്തിന്റെ മേഖലയിൽ ഒരുപാട് വിമർശനങ്ങളെയും ആക്ഷേപങ്ങളൊക്കെ അവർ നേരിട്ടവർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒരുപാട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവர்கள் അവരെ ആക്ഷേപിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായി. അവരെ പല നിലക്കും വേദനിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളീന്റെ മൂലയിൽ വല്ല തസ്ലീമാലേറ്റ് പോയി ഇരുന്നാൽ മതി. ഇത് ഞാൻ ആലോചിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ഇത് മഹാന്മാരാവുന്ന മശായിഖന്മാര് എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ അവർ ഏൽപ്പിച്ചതുകൊണ്ട് അതിന്റെ പിന്നില് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടുള്ളതായ ഒരു അവരിൽ നിന്നുള്ള ഒരു പൊരുത്തക്കേടോ അല്ലെങ്കിൽ അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു മാർഗത്തിൽ കൂടി ആയി പോവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ തന്നെ ഞാൻ ഉറച്ചിരിക്കുന്നത്. അപ്പൊ പ്രയാസങ്ങൾ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടന സമദീനിയായ സംഘടനകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയല്ലേ, ദീനിയായ സംഘടനയല്ലേ ഇവിടെ കീഴെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും നമ്മളെ കുട്ടികളൊക്കെ എന്താ മോശമാകണം, നമ്മളെ കുട്ടികളല്ലേ മോശമാക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള കുട്ടികൾ അടിസ്ഥാനപരമായി അവർ പേച്ചു പോയവരാണെന്നല്ലേ പിന്നെ അവരെ മോശമാക്കാൻ വേണ്ടി ശൈത്താനൊപ്പം കൂടേണ്ട ആവശ്യമില്ല. അപ്പൊ ശൈത്താനിക്ക് മറ്റുള്ളവരൊപ്പം കൂടിക്കൊണ്ട് വല്ലാതെ പ്രവർത്തിക്കാത്ത പണി ഉണ്ടാവില്ല, നമ്മളൊപ്പം ശൈത്താൻ കൂടുള്ളൂ. എന്നതുപോലെ ഒരു സംഘടന അത് ശരിയായ ദീനിന്റെ സംഘടനയാവുമ്പോൾ ആ സംഘടനക്കെതിരിൽ പല പ്രവർത്തനങ്ങളും പലരും ഇവിടെ നടത്തിക്കൂട്ടെ. അത് ആര് നടത്തിയാലും അതിനൊക്കെ അതർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി നമുക്ക് തള്ളിക്കളയാം. അതാണ് ഈ അവസരത്തിൽ പറയാം. അതൊന്നും ഒരു കാലത്തും ഈ സംഘടനയ്ക്ക് യാതൊരു നിലക്കുള്ള പവർ ഏൽപ്പിക്കുകയില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹക്കാവുന്നതായ ഒരു തെയ്യത്തിലാണ് നമ്മളുള്ളത്. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാവ്, അള്ളാഹുവിന്റെ ഔലിയാവ്, ആ വിശുദ്ധാത്മാക്കളൊക്കെ സഞ്ചരിച്ച അതേ പാതയിലാണ് നമ്മൾ. ആ പാതയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണുമണി തൂക്കം തെറ്റിപ്പോകാൻ പാടുള്ളതുമല്ല. അപ്പൊ ഏത് സമയത്തും നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമാവുന്നതായ മദദ്, സഹായം, മഹാന്മാരാവുന്നതായ മശായിഖന്മാരുടെ സഹായമൊക്കെ നമുക്കുണ്ടാവും. അവർ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സംഘടനയുടെ പിന്നിൽ വളർച്ചെടുക്കുക, അതാണ് ആദ്യമായിട്ട് പണ്ഡിതന്മാരാവുന്നത്. പ്രയാസങ്ങൾ ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്നതിന് ചിലപ്പോ പല നിരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അത് വകവെക്കാതെ നമുക്കും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാല് ബാക്കിയുള്ള സമയം നമ്മൾ സ്വതന്ത്രരാണോ? നമ്മളെ ഏതെങ്കിലും ഒരു ജോലിക്ക് നമ്മളെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രം. ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ള മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, ദീന്റെ ഖിദ്മത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, നമ്മളെ പത്രത്തിന്റെ ഖിദ്മത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, നമ്മളെ സംഘടനകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതൊരാൾക്കും ഒരു നിലക്കും അതിനെ തടഞ്ഞിടാനോ അല്ലെങ്കിൽ അതിന് വേലിയെട്ടാനോ അധികാരമില്ലാന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് അർഹിക്കുന്നതായ അവസ്ഥയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി. അത്ര ഈ അവസരത്തിൽ പറയാം.
അപ്പൊ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പണ്ഡിതന്മാരാവുന്ന നമ്മള് ആ മുൻഗാമികളാവുന്ന നമ്മുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർക്കുണ്ടായിരുന്നതായ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം. കാരണം നമ്മൾ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാവുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയ ആവുന്ന ഉലമാവ്, അതാണോ യഥാർത്ഥ ഉലമാവ് എന്ന് പറയുന്നത്. ആ ഉലമാവിനെ സംബന്ധിച്ചിടത്തോളം അവര് അതിന്റെ ഇസ്തിഖാമത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ അവർ നിന്നു പോകാൻ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ വസിൻഫു മഫ്തൂറുൻ, ഒരു കൂട്ടം ആളുകള് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ പ്രത്യേകമാവുന്ന അവരുടെ ആ ഇസ്തിഖാമത്ത് കൊണ്ട് അവര് ഭൗതികമാവുന്നതായ ആലാത്തുകളിലേക്ക് ആവശ്യമില്ലാത്തതൽ ഇലാഹിയാവുന്നതായ ആലാത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് അവർക്ക് അള്ളാഹു അവരെ കണ്ണാവും കാതാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ നിലക്ക് കേൾക്കാനും നടക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ സാധിക്കണം. അതാണ് യഥാർത്ഥ ആലിമ്. ഇതാണ് യഖുൽ ഉലമാഉ ഔലിയാ ലില്ലാഹ് ഫലൈസ ലില്ലാഹി. ഈ കാണുന്ന നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഒരു യഥാർത്ഥ സ്വഭാവം ഉണ്ടാവണം. കാരണം അമ്പിയാക്കന്മാരെ വാരിക്കണം. അമ്പിയാക്കന്മാരിൽ നിന്ന് ആ ഇർസിനെ നമ്മള് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസിത്തിയായിക്കൊണ്ട് അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഇർസിനെ നമ്മൾക്ക് കൈവശപ്പെടുത്താൻ സാധിക്കണം. അതാണല്ലോ അമ്പിയാക്കന്മാരെ വാരിത്യങ്ങളാവുമ്പോൾ നേരെ അമ്പിയാക്കന്മാരിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസാത്തത്തോടു കൂടിയാണ് നമ്മൾ മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് അവരുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത്. പക്ഷെ അവരെ വാരിത്യങ്ങളാണെങ്കിൽ എന്ത് വേണം? ഇർസിന് പറ്റിയതായ ഏതെങ്കിലും നിലക്കുള്ള അതിന്റെ അസ്ബാബുകൾ അതുണ്ടാവണം. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ ഇർസായി കൊണ്ട് ലഭിക്കപ്പെടാൻ സാധ്യത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു നബിന്റെ ആവശ്യപ്പെടില്ല. കാരണം വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. വളരെ സാദിഖത്താവുന്ന കലിമത്തുകൾ, വളരെ ആദിലത്താവുന്ന കലിമത്തുകൾ, താമത്താവുന്ന കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഒരു നിലക്കുള്ളതായ ഏതെങ്കിലും പരിവർത്തനത്തിന് വിധേയമാക്കപ്പെടേണ്ടതല്ല. ഏത് കാലഘട്ടത്തിലും കാലികമാവുന്നതായ ഒരു ശരീഅത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചത്. അതാണ് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല. അത് വളരെ സാദിഖത്താവുന്ന കലിമത്തുകളാണ്. അത് അത് നീതി മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ നിയമങ്ങൾ, ഏത് നിയമങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെ പൂർണ്ണമായി നീതിയുള്ളതായ നിയമങ്ങളാണ്. അത് പൂർണ്ണമായ കലിമാത്തുകളാണ്. അതിൽ ഏതെങ്കിലും നിലക്കുള്ളതായ നുക്സാനിയത്ത് അള്ളാഹുവിന്റെ ആ നിയമങ്ങളിലില്ല. കാരണം ഇലാഹിയായ നിയമങ്ങളാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായ നിലക്കുള്ള എന്നും അതില് പുതുമയുള്ള നവത്വമുള്ള ഒരു ശരീഅത്താണ് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നീട് അമ്പിയാക്കന്മാർ വരേണ്ട ആവശ്യപ്പെടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തോടു കൂടി നുബുവത്ത് മുഖേനുള്ളതായ ദഅവത്ത് ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടു. അപ്പൊ ഒരു നബിയായിക്കൊണ്ട് ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കൊണ്ടും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മറ്റുള്ള അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ടോ നുബുവത്തിനെ ഇസ്തിഫാദ് ചെയ്യാൻ സാധ്യത. കാരണം നുബുവത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ്യാത്ത്. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന സർവ്വവൃത്തികേടുകളെ തൊട്ട് പൂർണ്ണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് അള്ളാഹു അതിൽ തന്നെ അവരെ അവരെ കുടുംബ പശ്ചാത്തലം എങ്ങനെ ആവണം, ഏത് കുടുംബത്തിൽപ്പെട്ടവരെയാണ് നബിയാക്കേണ്ടത്, ആ കുടുംബത്തിലേക്ക് എന്തെല്ലാം യോഗ്യതകൾ വേണം,
അങ്ങനെ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ എല്ലാ നിലക്കുള്ള വൃത്തികേടുകളെ തൊട്ടും പൂർണ്ണമായും കൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ട് നുബുവത്തിന്റെ മുമ്പാണെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ദോഷങ്ങൾ സംഭവിക്കാതെ പോലും സഹുവൻ നിലക്ക് പോലും ഉണ്ടാവാറ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്തിഗ്ഫാർ ചെയ്യപ്പെട്ട ആളുകളെ നബിയാവുള്ളൂ. അതാണ് നുബുവത്ത് എന്നുള്ളത്. നമുക്ക് ഒരു നബിന്റെ ഒപ്പം കൂടിയിട്ട് നബിയാവാൻ പറ്റൂല. ഒരു നബിന്റെ മകനായി ജനിച്ചതുകൊണ്ട് നബിയാവൂല. ഇപ്പൊ ഇബ്രാഹിം നബിന്റെ മകനായതുകൊണ്ടല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ നബിയായത് മകനായതുകൊണ്ടല്ല. ഇസ്ഹാഖ് നബിന്റെ മകനായതുകൊണ്ടല്ല യാക്കൂബ് നബി നബിയായിട്ടുള്ളത്. യാക്കൂബ് നബിന്റെ മകനായതുകൊണ്ടല്ല പിന്നെ യൂസുഫ് നബി നബിയായിട്ടുള്ളത്. അതൊക്കെ അസലിയായ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാറുകളാണ്. അള്ളാഹു പ്രത്യേകമായും കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അവർക്ക് മാത്രമേ നബിയാവാൻ സാധിക്കൂ. അവരെ അള്ളാഹു നബിയായി കൊണ്ട് നിയോഗിക്കുള്ളൂ. അപ്പൊ അമ്പിയാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായാൽ അമ്പിയാക്കന്മാരുടെ ഇർഫ് ആവുന്ന ആ വിശുദ്ധമാവുന്ന ശരീഅത്തിന്റെ ഉലൂമുകൾ നമുക്ക് ലഭിക്കപ്പെടും. ആ ബന്ധം നമ്മൾ എങ്ങനെയാണ് അമ്പിയാക്കന്മാരുമായി സ്ഥാപിക്കേണ്ടത്? അത് ഏതൊരു നുബുവത്ത് എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അതിന്റെ ബാത്തില് വിലായത്താണെന്ന് പലപ്പോഴും ഷെയ്ഖുനൊക്കെ പറയലുണ്ട്. അതായത് ഇസ്തിഖാമത്തിന്റെ സ്വഭാവങ്ങളായിരിക്കും അമ്പിയാക്കന്മാർ. ആ സ്വഭാവങ്ങൾ അമ്പിയാക്കന്മാരിൽ നിന്നും നമ്മൾ ഇസ്തിഫാത്ത് ചെയ്യണം. അതാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞത്. ഇതാണെങ്കിൽ കുനിൽ ഔലിയ ഉലമാവു ഔലിയായില്ല ഫലീസത്തില്ലാഹി വലിയ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അള്ളാഹുവിനിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട സ്വഭാവം അത് വിലായത്തിന്റെ സ്വഭാവമാണ്. അത് ഇസ്തിഖാമത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ മുൻകഴിഞ്ഞ നമ്മുടെ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ മശായിഖന്മാർ ഉണ്ടായിരുന്ന ആ വിശുദ്ധമാവുന്ന ഇസ്തിഖാമത്തിന്റെ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ആ സ്വഭാവം ഉണ്ടായാലേ ഈ ദഅവത്തുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ദഅവത്തെ ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ ആ ദഅവത്ത് ചെയ്താൽ ദഅവത്ത് ഇവിടെ ഉണ്ടാവില്ല എന്നല്ല, ആ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ ഗുണങ്ങൾ ഉണ്ടാവില്ല. അതാണെന്ന് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ടതായ എല്ലാ ഗുണങ്ങളും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് മഹാന്മാര് പറഞ്ഞതുപോലെ കാനൽ ഉലമാഉ ഫീമാ മള യത്ലുബുഹുമു സുൽത്താൻ. കഴിഞ്ഞ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് അവരെ തേടിക്കൊണ്ട് രാജാക്കന്മാരും മറ്റാളുകളൊക്കെ അവരെ തേടി നടക്കുന്ന ഓഹും യഫിറൂന മിൻഹു എന്ന പണ്ഡിതന്മാർ ഇവരിൽ നിന്ന് നേരെ ഓടിപ്പോവുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ. നേരെ മറിച്ച് ഫഅമ്മല്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫഅമ്മൽ ഉലമാഉ അൽ യൗമ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉലമാഉ ഫഹും യജ്മഊനൽ ഇൽമിനെ അവരെന്താക്കി ഒരുമിച്ച് കൂട്ടി ബിഹദാഫീരിഹി അതിന്റെ വേരോട് കൂടെ ഒരുമിച്ച് കൂട്ടിയില്ല. അപ്പൊ ഇൽമിന്റെ എല്ലാ മേഖലകളും അവർ സമ്പാദിച്ചു. പക്ഷെ അവരുടെ സ്വഭാവം എന്താണെന്നറിയോ? ഓഹും യത്ലുബൂന സലാത്തീൻ. അവർ രാജാക്കന്മാരെയും മറ്റൊക്കെ അവരെ പിന്നിൽ കൂടി അവരെ അങ്ങോട്ട് ചെന്ന് കാണുന്നതായ അവരെ തേടിപ്പോണതായ അവസ്ഥയാണ്. ഓഹും യഫിറൂന മിൻഹു അവർ ഇവരെ കാണുമ്പോൾ ഓടിപ്പോവുകയാണ് ചെയ്യണത്. കാരണം നമ്മൾ ചിലപ്പോൾ വല്ല പിരിവിലാണ് ഈ കാലം ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പൊ നമ്മളെ കാണുമ്പോൾ അവരെ കൊഴിഞ്ഞു പോണതായ ഒരു സ്വഭാവമാണത്. അപ്പൊ അതല്ല പണ്ഡിതനുക്കുള്ള ക്വാളിറ്റി. പണ്ഡിതനെ തേടിക്കൊണ്ട് പണ്ഡിതന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണം. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് എന്ത് വേണം? ഇസ്തിഖാമത്തിന്റെ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. യഥാർത്ഥ ഒരു ആലിമിനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം. അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്ന അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം അത് വിലായത്തിൽ കൂടി ഇസ്തിഖാമത്തിൽ കൂടി അമ്പിയാക്കന്മാരുമായി കൊണ്ട് നമ്മൾ എന്താവണം? സമ്പാദിക്കണം. അതായിരുന്നു മുൻകഴിഞ്ഞതായ നമ്മുടെ ഉലമാവ്. ഓരോ നമ്മളെ മുൻകഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ആ സ്വഭാവക്കാരായിരുന്നു. പൂർണ്ണമായ ഇസ്തിഖാമത്തുള്ളവരായി. ആ ഇസ്തിഖാമത്തിൽ കൂടി അവർ നിന്ന് വന്നപ്പോൾ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ വമൻ അതാഅല്ലാഹ അതാഅഹു കുല്ലു ശൈ. അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടു എന്നാൽ എല്ലാ വസ്തുക്കളും അവനിക്ക് വഴിപ്പെടുന്നതിന്. അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കുകയും ചെയ്യും.
ഈ സ്വഭാവമായിരുന്നു നമ്മളെ മുൻകഴിഞ്ഞ ആലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആലിം അവൻ എന്താവണം? ഇൽമ കൊണ്ട് ശോലാവണം. ആ ഇൽമ കൊണ്ട് ശോലാവുമ്പോൾ അവൻ അടിസ്ഥാനപരമായി അവന് വേണ്ടതായ ആ നിയ്യത്തുകളും ആ ഇഖ്ലാസും ഒക്കെ അവനിൽ ഉണ്ടാവണം. അങ്ങനല്ലേ? വമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പൊ ഹിക്മത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്തിഖാമത്തിന്റെ സ്വഭാവമുള്ളവനാവണം എന്നാ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു. ഇസ്തിഖാമത്തിന്റെ സ്വഭാവമുള്ളവൻ, ആ ഇസ്തിഖാമത്ത് ഉള്ളവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത്, വമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഈ ഹിക്മത്ത് അവർക്ക് നൽകപ്പെടുള്ളൂ. അപ്പൊ ആലിമിനിക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു തഖ്വല്ലാഹ് വ യുഅല്ലിമുകുമുല്ലാഹ്, തഖ്വനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠിക്കാം. നമ്മൾ ഇൽമുമായി ശുഗലാവുമ്പോൾ ആ ഇൽമിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന വസ്തു എന്താവണം? നമ്മളെ ഈമാനാവണം. ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം അതിന്റെ നമ്മളെ ആവേശങ്ങൾ. അപ്പൊ ഈമാനിൽ നിന്നൊരു പ്രവൃത്തി നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാവണ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ? അതവിടെ ഇഖ്ലാസ് ഉണ്ടാവണം. ആ ഇഖ്ലാസ് ഉണ്ടായാൽ ആ ഇഖ്ലാസാണ് പിന്നെ മംബഉൽ ഹിക്മ. ഹിക്മത്തിന്റെ ഉറവിടം അത് ഇഖ്ലാസിൽ നിന്നുണ്ടായി തീരണം എന്നാണ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈമാനിൽ നിന്നാവണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. ഏത് പ്രവർത്തനങ്ങളെയും ഇൽമുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തികൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഈമാനിൽ നിന്നിട്ടാവണം അതിനെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിന്റെ എല്ലാ നിലക്കുള്ളതായ പ്രചോദനവും നൽകപ്പെട്ടത് ഈമാനിൽ നിന്നാവും. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്ന് വെക്കുക, എന്നാൽ ഭൗതികമാവുന്നതായ താല്പര്യങ്ങളായിരിക്കും അതിന്റെ ഉൽപാദനത്തിന് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. നേരെ മറിച്ച് അതല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയാണ് ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പൊ ഉദ്ദേശം അങ്ങനെ ആവണം. മഹാനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൂപ്പരിക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ മൂപ്പര് കരഞ്ഞു. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, എന്തിനിപ്പോ നിങ്ങൾ കരഞ്ഞു? മൂപ്പര് പറഞ്ഞു, ഹാജർനാ മഅ നബി മഅ റസൂലില്ല അല്ലി മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ മക്കത്ത് മദീനത്തേക്ക് ഹിജ്റ പോയി. വലം നുരീദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്. ആ ഹിജ്റ കൊണ്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹ് അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് വേണ്ടത്. ഹിജ്റ എന്നല്ല, ദീനിനോട് ബന്ധപ്പെടുത്ത ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും വലം നുരീദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിനല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. അതാണ് വലൻ നുരീദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിനല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കും. അങ്ങനെ ഹിജ്റ പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു വികസിച്ചു. അങ്ങനെ വളർന്ന് വികസിപ്പിച്ചപ്പോ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് എത്തി. പല ഭാഗത്തിൽ നിന്ന് ഹദിയകളും അതുപോലെ തന്നെ സക്കാത്തിന്റെ പല മാലുകളും തുടങ്ങിയ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാതെ. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്കൊക്കെ അതിനെ വിതരണം ചെയ്യാനും തുടങ്ങി. അപ്പൊ ഇസ്ലാമിക സാമ്രാജ്യം അത് വളർന്ന് വികസിച്ച് സാമ്പത്തികമായിട്ടും ഒരു ഉയർച്ചയിലേക്ക്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലര് ഈ ഒരു ഇതിനു വേണ്ടിയല്ല അവർ ഹിജ്റ പോകുന്നത്. നമ്മളും ഇതിനു വേണ്ടിയല്ല ഹിജ്റ പോകുന്നത്. വലൻ നുരീദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹാണ് മാത്രം. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ചിലർ മരിച്ചു പോയപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മളെ കൂട്ടത്തിൽ ചിലർ മരിച്ചു പോയപ്പോൾ അവർക്ക് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ചെറിയ മുണ്ട് മാത്രം. അതുകൊണ്ട് അവരെ കാൽമ മുതൽ മറക്കാൻ തുടങ്ങിയാൽ തല പുറത്താവും. തല മുതൽ മറച്ചാലോ കാല് പുറത്താവും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ തല മുതൽ മറച്ചോളി, കാലിന്റെ അവിടെ പുല്ല് വെച്ച് കെട്ടിക്കളിയുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കഫൻ ചെയ്യാനുള്ളതായ ഒരു മുണ്ടുപോലും ഇല്ലാതെ, പൂർണ്ണമായി കഫൻ ചെയ്യാൻ പറ്റുന്നതായ ഒരു മുണ്ടുപോലും ഇല്ലാത്ത നിലക്കാണ് അവരൊക്കെ മരിച്ചു പോയത്. ഇന്ന് നമുക്ക് എല്ലാ നിലക്കുള്ളതായ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ സംശയിക്കുന്നത് എന്താ? അവ കഥിലത്തില ഹസനാത്തുന, നമുക്കുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ തന്നെ നൽകപ്പെട്ടോ എന്നുള്ളതാണ്. ഇനി ആഖിറത്ത് ചെല്ലുമ്പോൾ ഒന്നും കിട്ടൂലെന്നുള്ളൊരു പേടിയാണുള്ളത്. അതുകൊണ്ടാണ് കരഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നതുപോലെ ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട്. പഴയ കാലത്തുള്ള ഉലമാ ഇവിടെ ദഅവത്തിന് പോയ പോലെയല്ല. കാരണം ആ നിലക്ക് ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് കൂടി കാലത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായി.
പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ യഅതി അലൈക യൗമുൻ, ഒരു ദിവസം വരൂല ഇല്ലാ ഹുവ അശറു ബിമ്മാ ഖബലഹു, ആ ദിവസം അതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായി. അങ്ങനെയാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന, 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 4 നൂറ്റാണ്ട്. ആ 4 നൂറ്റാണ്ട് ഖൈറായ നൂറ്റാണ്ടായി റസൂൽ പ്രഖ്യാപിച്ചു. എന്താ കാരണം? ആ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരുടെ അഫ്ആലുകള്, അവർക്കുള്ളതായ അഖ്വാലുകള്, അവരെ ഹർക്കാത്ത് സക്കറാത്തുകൾ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഖൈറുൽ ഖുറൂനി സുമ്മല്ലദീന യലൂനഹും. അപ്പൊ ആ ഒരു ഖൈറ് ഓരോ കാലം കഴിയുന്ന കാലത്തോളം അത് നശിച്ചുകൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ലാ യഅതി അലൈക്കും യൗമുൻ ഇല്ലാ ഹുവ അശറു ബിമ്മാ ബഅദഹു, ഏതു ദിവസം വന്നാലും അത് അതിന്റെ മുമ്പുള്ളതിനേക്കാൾ മോശമായതായിരിക്കും. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോ പേടിച്ചു പോവാം അത് വെയിലത്തിലാണ്. നമ്മുടെ മുൻഗാമികൾ അത് നടന്നു പോകാനേ സൗകര്യമുള്ളൂ. ഇത് അവർ നടന്നുപോയി പ്രഭാതം നടത്തി. ഞാൻ എനിക്ക് കർണാടകയിൽ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് പോയപ്പോഴും അത് കുറെ ഉള്ളിലേക്ക് പോകണം. അന്നിപ്പോ അടുത്ത കാലത്ത് ഒരു 5-8 കൊല്ലം മുമ്പാണ്. അന്നും അവിടെ സൗകര്യങ്ങൾ വേണ്ടമായിരില്ല. അപ്പൊ എങ്ങനെയൊക്കെയാ അവിടെ എത്തിപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ മുമ്പ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാണിയമ്പലത്ത് താമസിയാർ, അദ്ദേഹം ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് വന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ ഒരു 5, 6, 7, 8 കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് വരുന്നത്. അത് അന്നത്തെ മദ്രസ എങ്ങനെയാന്ന് വെച്ചാൽ അവര് ഓലോണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയ ഒരു മദ്രസയാണ്. പക്ഷെ ആ മണ്ണുകൊണ്ടൊക്കെ ചുമര് വെച്ചിട്ടുണ്ടാക്കിയ, അതിന് നമ്മളെ ഇന്നത്തെ മദ്രസകളെ പോലെ പിന്നെ അതിലേക്ക് വാർപ്പോ അല്ലെങ്കിൽ സിമെന്റ് ഒന്നും തേച്ചിട്ടില്ല. അടിയിലൊക്കെ മണ്ണാണ്ടത്, ടൈൽസോ മറ്റൊന്നും വിരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അയാൾ മൂപ്പര് ഇവിടെ വന്നു ഉദ്ഘാടനം ചെയ്തു പോയി. ഇന്ന് ഞങ്ങൾക്കുള്ള സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, ഇന്നൊരു വാർപ്പിന്റെ കെട്ടിടം നമ്മളുണ്ടായി. 2 മുറിയുള്ളൊരു വാർപ്പിന്റെ കെട്ടിടം, അവർക്ക് കഴിയണ അത്രേ ഉള്ളൂ. ആ നിലക്കുള്ള 2 മുറിയുള്ളൊരു വാർപ്പിന്റെ കെട്ടിടം ഉണ്ടായി. ഇന്ന് തങ്ങളെ നമുക്ക് വരാനും കുറെയൊക്കെ ആ സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു കാറിൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അന്ന് സൗകര്യം അത്രയുള്ള കാലഘട്ടത്തിൽ, ആ ഇല്ലാത്ത കാലഘട്ടത്തിൽ അതൊന്നും വില വെക്കാതെ ഇപ്പൊ മഹാനാവുന്ന പല ഉസ്താദന്മാരും അന്ന് ഉമർ ഫൈസിയോട് പറഞ്ഞല്ലോ, വിദേഹത്തിന്റെ എതിരിൽ കൊണ്ടിട്ടില്ലായിക്കൊണ്ട് അവര് പിന്നെ ശക്തമായി പ്രവർത്തിച്ചു എന്ന്. അതിന്റെ മഹാനാവുന്ന ഉസ്താദ് ഇ കെ ആസം മുസ്ലിയാർ, അവര് ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തന്നെ അന്ന് മുട്ടിച്ചിറ പിന്നെ ഘടന പ്രസംഗത്തിനാണ്. അന്നൊരു ലീവിലായിരുന്നു, സ്കൂൾ ദർസൊക്കെ പോയി. ദർസുള്ള സമയത്താണ് ഈ മൂപ്പര് പ്രസംഗം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോകും. ആ മൂപ്പര് അത് ബസ്സിലാണ് വന്ന് 4 ദിവസം അവിടെ താമസിച്ചു. അപ്പൊ ഞാനും മൂപ്പരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ 4 ദിവസം ഞാനൊന്ന് ചെറിയ ദർസിൽ പഠിക്കണ ഒരു പ്രായം. അപ്പൊ എന്നോട് പറഞ്ഞു, ദർസില്ലാത്തതുകൊണ്ടാണ് ഈ 4 ദിവസം അവിടെ നിൽക്കണത് ഞാൻ. അപ്പൊ ആ 4 ദിവസവും അവിടെ നിന്ന് പിറ്റേ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് പോയത്. ദർസുണ്ടെങ്കിൽ ഞാൻ തോന്നുന്നറിയോ, രാവിലത്തെ ഇവിടുന്ന് പോകും, പിറ്റേന്ന് തിരിച്ചും വരുന്നു. അപ്പൊ എത്രമാത്രം സാഹസങ്ങളാണ് അതിന് ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവരൊക്കെ സഹിച്ചത്. അപ്പൊ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രയാസം അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ നടന്നുകൊണ്ട് പോയവരുണ്ട്, പ്രയാസപ്പെട്ടു പോയവരുണ്ട്, ഭക്ഷണം കിട്ടാത്തവരുണ്ട്, ഭക്ഷണം കിട്ടിയാൽ തന്നെ അത് വേണ്ടതുപോലെ പിന്നെ കിട്ടാത്തവരുണ്ട്. മഹാനാവുന്ന KV മുഹമ്മദ് മുസ്ലിയാർ ഒരു കഥ പറയലുണ്ട്. മൂപ്പര് ഇവിടെ ഈ ഭാഗത്തെ എവിടെ വന്ന് പ്രസംഗിച്ചു പോകുമ്പോൾ മൂപ്പര് ഒരു ഖണ്ഡന പ്രസംഗം നടത്തി പോവുകയാണ്. മൂപ്പര് തിരിച്ചു പോകുമ്പോൾ ബസ്സിന് പോയി ചേളാരി എത്തി പോകുമ്പോൾ ചായ കുടിക്കും വേണം. ഓഫീസിൽ കയറി അവിടെ എന്തോ ചില ഫയലുകളിലൊക്കെ ഒപ്പിടാറുണ്ട്. അപ്പൊ ചേളാരിയാണ്. അവിടുന്ന് ചായ കുടിച്ചു, ഫയലുകളിലൊക്കെ ഒപ്പിട്ടു. പിന്നെ മൂപ്പര് പോരാൻ നിൽക്കുമ്പോ നോക്കുമ്പോൾ പിന്നെ മൂപ്പര് കൊണ്ടുപോയ പൈസയൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവര് കൊടുത്തൊരു കവറുണ്ട് ഈ ഇവിടുന്ന്. അപ്പൊ ആ കവർ തുറന്നു നോക്കുമ്പോൾ ആ കയ്യില് അന്ന് 3 ഉറുപ്പ്യ 4 ഉറുപ്പ്യറ്റുള്ളൂ. അന്ന് ബസ്സിന് അങ്ങോട്ട് കൊണ്ട് പോകാൻ തന്നെ ആവും ഈ 4 ഉറുപ്പ്യന്റെ മേലെ 5-6 ഉറുപ്പ്യൊക്കെ ആവും മൂപ്പർക്ക് കൂറ്റനാട് എത്തണമെന്നുണ്ടെങ്കിൽ, എടപ്പാട് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആകെ ഇതുള്ളൂ. പക്ഷെ മൂപ്പര് തിരിച്ചു വന്നുങ്ങാണ്ട്, ഇന്നിപ്പോ പലരുണ്ടല്ലോ കിട്ടിയത് കുറഞ്ഞാൽ തിരിച്ചു വന്നുങ്ങാണ്ട് അവിടെ ഇട്ടുകൊടുത്ത് പോണ്. അങ്ങനത്തെ ഒന്നും സ്വഭാവക്കാരില്ലായിരുന്നു അവര് ദീനിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഈമാനിൽ നിന്ന് ഉത്ഭൂതമായ പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ പ്രവർത്തനം.
അപ്പൊ നമ്മൾ ആ നിലക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താവണം, നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടതായ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ അല്ലിബുക്കുമാണ് തഖ്വ ഉണ്ടാക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും ആവശ്യമാവുന്ന ഇൽമുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് മലവെള്ള കുത്തി ഒഴുകണമായിരിക്കും വരുന്നതാണ്. അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ബസ്സൽ ഒരാൾ ചോദിച്ചു, ഒരു ഉഹ്റവിയായ ആലിമാണെങ്കിൽ അയാൾക്ക് വല്ലാതെ ദർശ നടത്തിയില്ലെങ്കിലും അത് ഇന്ന സ്ഥലത്തുണ്ടാവും എന്നുള്ളൊരു മദീനത്തെങ്കിലും പറയാം. ചിലപ്പോ തുറക്കണം തന്നെ ആ പേജായി. ഇതാണ് ഇലാഹിയായ തോഫീക്ക്. മലവെള്ളം പോലെ കുത്തി വരിക ഒഴുകി വരിക എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായി മലവെള്ളം പോലെ ഇത് ഒഴുകി വരാൻ പറ്റിയ നിലക്കുള്ളതായ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. നമ്മളെ വാഹിയായ നിലക്കുള്ളതായ തഹാർത്തി നമ്മൾക്ക് വേണം, ബാത്തിരിയായ നിലക്കുള്ളതായ തഹാർത്തി നമ്മൾക്ക് വേണം. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അപ്പൊ അതിനു വേണ്ടി നമ്മളൊക്കെ സജ്ജരാകുക, എല്ലാ നിലക്കും നമ്മൾ സജ്ജരാകുക. സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി തീർക്കണം. അതൊരു അഖിലേന്ത്യ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സ്വഭാവത്തിലാണ്. ഇവിടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണെങ്കിലും ആ സ്വഭാവത്തിലാണ്. ദേശീയമായിട്ടുള്ള അന്തർദേശീയമായിട്ടുള്ള ഒക്കെയുള്ള പണ്ഡിതന്മാരും പ്രമുഖരൊക്കെ അതിൽ പങ്കുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പ്രമുഖരാണ്. പഠനാർഹമാവുന്നതായ പല ക്ലാസ്സുകളും അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടും. 100ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ 20 പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു. അതിന്റെ അതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടും. ഇനി 80ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാണ്ട് ബൃഹത്താവുന്നതായ ഒരു സുവനീറും അവതരിപ്പിക്കപ്പെടാൻ. അതൊക്കെ സമ്മേളനത്തിന്റെ മുമ്പായിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെടും. ഇപ്പൊ 20 അങ്ങനെ നടത്തപ്പെട്ടു. ഈ ബാക്കി 80ഓളം ബാക്കിയുണ്ട്. അതിന്റെ എല്ലാം പുറമെ സുവനീർ അന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യും. 33,000 ചില്ലാന ആളുകളെയാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുറിപ്പഴുതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷത്തോളം ആളുകൾ ഇതിൽ പങ്കെടുക്കും. അതിനെപ്പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താനായിട്ട് ഞാൻ അയാളെ മൂപ്പരായിട്ട് സംസാരിച്ചതാണ്. അയാളിപ്പോ വന്നിട്ടുണ്ടെന്ന് ഞാനും അയാളുമായി സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഇത് ഞാനാണിത് ഏറ്റുക്കുന്നത്, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തു തരുന്നു. അവിടെ അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അയാൾ അവിടെ ചെയ്തു തരുന്നു. അപ്പൊ അതുകൊണ്ട് അത് അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ, അത് നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും. എന്തിനപ്പം അത് ഇവിടെ ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ആക്കിയ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞാൽ. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധിയില്ല, എനിക്ക് അങ്ങനെ ആരോടും ഒരു ബാധ്യതയില്ല, ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ്. മൂപ്പർ നല്ലൊരു സാലിഹായ മനുഷ്യനാണ്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെങ്കിലും പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാൾ. മൻ ഹദ്ദസ ഇലൈക ഹദ്ദസ അൻകാന്നാ. നിന്നെ പറ്റി നിന്നോട് വേറൊരുത്തന്റെ സ്വകാര്യം വന്നുകാണ്ട് ഒരുത്തൻ പറഞ്ഞാൽ അവനെ വിശ്വസിക്കരുത്. ഹദ്ദസ അൻക, അവൻ നിന്നെ പറ്റി മറ്റവരോട് പോയി പറയും. അതാണ് അറബിയിലുള്ളൊരു ആപ്തവാക്യമുള്ളത്. അപ്പൊ നമ്മളോട് വന്ന് പറയും ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ നമ്മളെ വളരെയധികം അടുത്തൊരു സുഹൃത്താണ്, തുറന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ മറ്റവനോട് പോയിട്ട് നമ്മളെ പറ്റിയും പറയും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ ഒന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമ എതിരല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടന, ഇപ്പൊ ഞാൻ എന്റെ പുസ്തകത്തിലൊന്നും ഏതെങ്കിലും സംഘടനകളെ, മതസംഘടനകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകളെ നമ്മൾ ആശയത്തിനോട് എതിരുള്ളതിനെ എതിർക്കും. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളൊന്നും നമ്മൾ എതിർക്കാറില്ല, വ്യക്തികളൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കാറില്ല. ഇത് നമുക്കൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മളെ മാന്യതയ്ക്ക് യോജിച്ചതല്ല അത് നിൽക്കുന്നതായ ആക്ഷേപങ്ങളൊന്നും. പക്ഷെ ആശയത്തിന് ആരെങ്കിലും എതിര് പറഞ്ഞാൽ, ഇപ്പൊ സമസ്ത കേരള ജമീയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ ആദർശങ്ങൾ എതിർത്തവരോട് നമ്മൾ എതിർക്കും. അത് എതിർക്കേണ്ടതായ ഇതിനൊരു മാന്യമായ സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തിലായിരിക്കും നമ്മൾ എതിർക്കാം. അപ്പൊ വെറുതെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉലമാവിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും അവരുദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവർ പറയാത്തത് അവരിലേക്ക് വെച്ചു കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ്. ഇതിലൊന്നും ആരും വഞ്ചിതരാവരുതെന്ന് പറയാനുള്ളത്. പ്രത്യേകമായും കൊണ്ട് നല്ല നിലക്ക് നടന്നു പോകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദീന്റെ സ്ഥാപനങ്ങൾ, ആ ദീന്റെ സ്ഥാപനങ്ങൾക്കെതിരായി കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് അത് ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും ഒരിക്കലും അത് ഒരു ഗുണകരമായ സംഗതിയല്ല. രാഷ്ട്രീയക്കാര്
ഇപ്പൊ 2 ദിവസം മുമ്പ് ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതിനെതിരിൽ അവിടെ ഏതോ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി. ഇവിടെ ജന്തി ദാറുസ്സലാം അറബി, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർക്കോ മറ്റവർക്കോ ഉണ്ടെങ്കിൽ അതിനൊരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ട്, അവർ സംസാരിച്ചാൽ മതി. അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരരുത്. അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് മുതിരരുത്. അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളൊക്കെയുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നമ്മളെല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മൾ മുസ്ലിങ്ങൾക്കുള്ളതായ ഈ ഐക്യം, ഈ സന്തോഷം, ഇതൊക്കെ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നാട്ടിൽ ഫിത്ന വേണ്ടി ആരും മുതിരരുത്. നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ എതിരിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരുത്തരാണ് ഈ കാര്യം പടച്ചു വിടുന്നത്, അത് ഏറ്റെടുത്തുകൊണ്ട്, അതാണല്ലോ, അത് തെറ്റല്ലേ. ഏതെങ്കിലും